15.625 ക്യൂബ് റൂട്ട് കാണുക. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 15.625 ക്യൂബ് റൂട്ട് കാണണം. ക്യൂബ് റൂട്ട് ഓഫ് ഈ 15.625 നമുക്ക് 15,625/1000 എന്നെഴുതാം. കാരണം 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 സ്ഥാനം നീക്കി ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം. അപ്പോൾ 15.625 കിട്ടും. അപ്പോൾ 15.625 നമുക്ക് എങ്ങനെ എഴുതാം? 15,625/1000. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അംശത്തിൻ്റെയും ക്യൂബ് റൂട്ട് കാണണം, ഛേദത്തിൻ്റെയും ക്യൂബ് റൂട്ട് കാണണം. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 15,625 ക്യൂബ് റൂട്ട് ഓഫ് 1000. ഇനി നമ്മൾ ഈ അംശത്തിൻ്റെ ക്യൂബ് റൂട്ട് കാണുക. ക്യൂബ് റൂട്ട് ഓഫ് 15,625. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 15,625 അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക, പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം. പിന്നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3,125 കിട്ടി. വീണ്ടും 5 കൊണ്ട് ഹരിക്കുക, 625 കിട്ടും. വീണ്ടും 5 കൊണ്ട് ഹരിച്ചു, 125 കിട്ടും. വീണ്ടും 5 കൊണ്ട് ഹരിച്ചു, 25. 5 കൊണ്ട് ഹരിച്ചു, 5. 5 കൊണ്ട് ഹരിച്ചു, 1. അങ്ങനെ 1 എത്തുന്ന വരെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഹരിച്ചു നമ്മൾ. ഇനി നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് ഈ 15,625 നമുക്ക് ഇതിനെ 3 വീതം ഗ്രൂപ്പുകളാക്കി മാറ്റുക. അതായത് 5 3 5 ക്യൂബ്, വീണ്ടും 5 3 5 ക്യൂബ്. അപ്പോൾ എന്തായി? ക്യൂബ് റൂട്ട് ഓഫ് 5 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. ഇങ്ങനെ വരുമ്പോൾ ക്യൂബ് റൂട്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ ക്യൂബ് റൂട്ട് എടുത്ത് കളയുക, ഈ ക്യൂബും എടുത്ത് കളയുക. ഈ ക്യൂബ് റൂട്ടിൻ്റെ ചിഹ്നം ക്യൂബ് റൂട്ട് മുഴുവൻ കളയുക, ക്യൂബും കളയുക. ബാക്കി അകത്തുള്ളത് മാത്രം എഴുതുക, കൃത്യങ്കം ഒഴികെ. അപ്പോൾ 5 ഇൻറ്റു 5 25. നമുക്ക് എന്ത് കിട്ടി? അംശത്തിൻ്റെ ക്യൂബ് റൂട്ട് കിട്ടി. എത്ര? 25. ഇനി ഛേദത്തിൻ്റെ കാണാം. ക്യൂബ് റൂട്ട് ഓഫ് 1000. അതുപോലെ നമുക്കറിയാം ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇൻറ്റു 10 ഇൻറ്റു 10 ആണല്ലോ 1000. അപ്പോൾ നമുക്ക് അംശത്തിന് ഛേദത്തിന് ക്യൂബ് റൂട്ട് കിട്ടി. ഇനി ഹരിക്കുക. മുകളിലെ ഉത്തരം എത്രയാണ്? 25. താഴത്തെ ഉത്തരം നമുക്ക് എത്ര കിട്ടി? 10. അപ്പോൾ 25/10 നമുക്ക് 5 കൊണ്ട് വെട്ടിച്ചെടുക്കാം. 5 25, 25 10, 5/2. ഇത് നമുക്ക് ഓപ്ഷനിലുണ്ട് 5/2. ഇത് 7/2/26 നടന്ന വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്.